Terrorists are misusing the name of Islam and Pashtun society for their own personal benefits. Pashtun society is for the Pakistan society. സോ ഈ ഭീകരവാദികൾ, നമുക്ക് പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭീകരവാദമാണല്ലോ അല്ലേ ഓർമ്മ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ടെററിസ്റ്റ് അതങ്ങനെയാക്കി മാറ്റിയതാണ്. നമ്മൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അത് നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണത്. ദ ടെററിസ്റ്റ് ആർ മിസ്യൂസിങ് ദ നെയിം ഓഫ് ഇസ്ലാം ആൻഡ് ദ പഷ്തൂൺ സൊസൈറ്റി ഫോർ ദെയർ ഓൺ പേഴ്സണൽ ബെനിഫിറ്റ്സ്. ടെററിസ്റ്റുകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റുകളുണ്ട്. പാകിസ്ഥാൻ ഈസ് എ പീസ് ലവിങ് ഡെമോക്രാറ്റിക് കൺട്രി. പാകിസ്ഥാൻ വളരെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. പഷ്തൂൺസ് വാണ്ട് എഡ്യൂക്കേഷൻ ഫോർ ദെയർ ഡോട്ടേഴ്സ് ആൻഡ് സൺ. ഇസ്ലാം ഈസ് എ റിലിജൻ ഓഫ് പീസ്, ഹ്യൂമാനിറ്റി ആൻഡ് ബ്രദർഹുഡ്. സോ പഷ്തൂൺസ് പാകിസ്ഥാനികൾക്ക് അവർക്ക് എഡ്യൂക്കേഷൻ വേണമെന്ന് ആഗ്രഹമുണ്ട് അവരുടെ മക്കൾക്ക്. ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഒരു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാനവികതയുടെയും സാഹോദര്യത്തിൻ്റെ ഒക്കെ ഒരു റിലീജനുമാണ്. ഇസ്ലാം സേസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഈച്ച് ചൈൽഡ്സ് റൈറ്റ് ടു ഗെറ്റ് എഡ്യൂക്കേഷൻ, റാദർ ഇറ്റ്സ് ദെയർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതുമാത്രമല്ല ഇസ്ലാം എന്ന മതം പറയുന്നത് വിദ്യാഭ്യാസം എന്നത് ഓരോ കുട്ടിയുടെയും അവകാശമാണ്, കടമയാണ്, ചുമതലയാണെന്നാണ്. സോ ഹോണറബിൾ സെക്രട്ടറി ജനറൽ, പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്, in order to get learned, we want peace. In many parts of the world, especially Pakistan and Afghanistan, terrorism, wars and conflicts stop children to go to their schools. സോ ഒരുപാട് രാജ്യങ്ങളിൽ ലൈക്ക് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ തീവ്രവാദം കാരണം അല്ലെങ്കിൽ യുദ്ധങ്ങൾ കാരണം കൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. വി ആർ റിയലി ടയേർഡ് ഓഫ് ദീസ് വാർസ്. ശരിക്കും ഇങ്ങനെയുള്ള യുദ്ധങ്ങളെ കൊണ്ട് ദ ചിൽഡ്രൻ ഓഫ് പാകിസ്ഥാൻ അവർ മടുത്തിരിക്കുന്നു. വിമൻ ആൻഡ് ചിൽഡ്രൻ ആർ സഫറിങ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ മെനി വേസ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഈ സ്ത്രീകളും കുട്ടികളും ഈ ലോകത്തുള്ള നാനാ ഭാഗത്തുള്ള കുട്ടികളും സ്ത്രീകളും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇൻ ഇന്ത്യ, ഇന്നസെൻ്റ് ആൻഡ് പുവർ ചിൽഡ്രൻ ആർ വിക്ടിംസ് ഓഫ് ചൈൽഡ് ലേബർ. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ബാല്യത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ അവർ ചൈൽഡ് ലേബറിലേക്ക് സപ്രസ്ഡ് ആവാണ്. ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ബിഗിൻ ടു മേക്ക് സ്മോൾ ഏർണിങ്സ്, സ്റ്റിൽ അവരുടെ ബാല്യം അവർക്ക് നഷ്ടപ്പെടുന്നു, അവർക്ക് എഡ്യൂക്കേറ്റഡ് ആവാനുള്ള ഒരു ചാൻസ് അവർക്ക് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അവരുടെ ക്രിമിനൽ അഫെയറിലേക്ക് അവരെ നയിക്കുന്നുണ്ട്. മെനി സ്കൂൾസ് ഹാവ് ബീൻ ഡിസ്ട്രോയിഡ് ഇൻ നൈജീരിയ. നൈജീരിയയിൽ ഒരുപാട് വിദ്യാലയങ്ങളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പീപ്പിൾ ഇൻ അഫ്ഗാനിസ്ഥാൻ ഹാവ് ബീൻ അഫക്റ്റഡ് ബൈ ദ ഹേർഡിൽസ് ഓഫ് എക്സ്ട്രീമിസം ഫോർ ഡെക്കേഡ്സ്. അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും നമുക്കറിയാം സ്ത്രീകൾക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല. യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനൊരു ഓർഡർ ഉണ്ട്. ഒരുപാട് സ്ത്രീകൾ അതിന് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആക്രമണങ്ങൾ ഈ അടുത്തുണ്ടായിട്ടുണ്ടായിരുന്നു. യങ് ഗേൾസ് ഹാവ് ടു ഡു ഡൊമസ്റ്റിക് ചൈൽഡ് ലേബർ ആൻഡ് ആർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ് അറ്റ് എൻ ഏർലി ഏജ്. അവിടെ സ്ത്രീകളെ, ചെറിയ പെൺകുട്ടികളായിരിക്കെ തന്നെ അവരെ വിവാഹം കഴിച്ചു കൊടുക്കുകയും അതുപോലെ വീട്ടു ജോലികളിൽ ഹാർഷായിട്ട് അവരെ അതിലേക്ക് അസൈൻഡ് ആവുകയും ചെയ്യുന്നുണ്ട്. പോവർട്ടി, ഇഗ്നോറൻസ് ആൻഡ് ഇൻജസ്റ്റിസ്, റൈസിസം ആൻഡ് ദ ഡിപ്രൈവേഷൻ ഓഫ് ബേസിക് റൈറ്റ്സ് ആർ ദ മെയിൻ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ബോത്ത് മെൻ ആൻഡ് വുമൻ. അപ്പോൾ ഈ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പുരുഷന്മാരും അടക്കമുള്ള ഒരു സമൂഹം ഇപ്പോൾ എന്തൊക്കെയാണ് ഈ പഷ്തൂൺ സൊസൈറ്റി, പഷ്തൂൺ എന്നാണ് അത് വായിക്കുന്നത്, ഇറ്റ്സ് എ പാകിസ്ഥാൻ സൊസൈറ്റി, അവിടെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇതൊക്കെ തന്നെയാണ്. എന്താണ്? പോവേർട്ടി, ഇഗ്നോറൻസ്, ഇൻജസ്റ്റിസ്, റൈസിസം ആൻഡ് അവനവൻ്റെ അവകാശങ്ങളെ പറ്റിയിട്ടൊരു ബോധമില്ലാതിരിക്കുക അല്ലെങ്കിൽ അത് തരാതിരിക്കുക എന്നുള്ളത്. ഡിയർ ഫെലോസ്, today I am focusing on women's rights and girls' education because they are suffering the most. ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ സ്ത്രീകളെ പറ്റി അല്ലെങ്കിൽ പെൺകുട്ടികളെ പറ്റി പറയുന്നു. I am focusing on them because there was a time where women social activists asked men to stand up for their rights. സോ പണ്ടൊക്കെ ഒരു കാലത്ത് ആണുങ്ങളായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നത്. നമുക്ക് കേരളത്തിൽ കാണാം വീട്ടി ഭട്ടതിരിപ്പാടും MBB ഒക്കെ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ബട്ട് ദിസ് ടൈം വി വിൽ ഡു ഇറ്റ് ബൈ അവർ സെൽസ്. പക്ഷേ ഇപ്പോൾ
നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാണ്. ഐ എം നോട്ട് ടെല്ലിങ് മെൻ ടു സ്റ്റെപ്പ് അവേ from speaking for women's rights. Rather, I am focusing on women to be independent, to fight for themselves. So ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പുരുഷന്മാർ താഴ്ന്നത് അല്ലെങ്കിൽ പുരുഷന്മാരെ പുറകിലേക്ക് ആക്കിയിട്ട് സ്ത്രീകൾ മുന്നിലേക്ക് വരിക അങ്ങനെയല്ല. സ്ത്രീകൾ ഒന്നും കൂടെ ഒന്ന് സ്വതന്ത്രരാവാറുണ്ട് അവർക്ക് സ്വയം ഫൈറ്റ് ചെയ്യാനായിട്ട്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദർ, നൗ ഇറ്റ്സ് ടൈം ടു സ്പീക്ക് അപ്പ്. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പോഴാണ് നമ്മൾക്ക് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ശബ്ദമുയർത്താനുള്ള സമയം. So today we call upon the world leaders to change their strategic policies in favor of peace and prosperity. സോ ഇവിടെ ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടായിട്ട് പറയാണ്, നിങ്ങൾ രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിന് പീസ് ആൻഡ് പ്രോസ്പെറിറ്റി കൊണ്ടുവരുന്ന സ്ട്രാറ്റജിക് പ്ലാനുകൾ നിങ്ങൾ ഉണ്ടാക്കണം. വി കോൾ അപ്പോൺ ദ വേൾഡ് ലീഡേഴ്സ് ദാറ്റ് ഓൾ ദ പീസ് ഡീൽസ് വിത്ത് മസ്റ്റ് പ്രൊട്ടക്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ്സ്. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന സമാധാനം സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെ സേഫ് ഗാർഡ് ചെയ്യുന്നതായിരിക്കണം. എ ഡീൽ ദാറ്റ് ഗോസ് എഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വുമൻ ആൻഡ് ദെയർ റൈറ്റ്സ് ഈസ് അൺആക്സെപ്റ്റബിൾ. ഇപ്പോൾ നമ്മൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഹാർഷായ മെത്തേഡ്സ് കൊണ്ടുവരുന്ന രീതിയിലുള്ളതൊന്നും നമുക്ക് തീരെ ആക്സെപ്റ്റബിൾ അല്ല. വി കോൾ അപ്പോൺ ഓൾ ദി ഗവൺമെൻറ് ടു എൻഷുർ ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ for every child all over the world. We call upon government to fight against terrorism. We call upon the developed nation to support the expansion of educational opportunities for girls. Then ഇങ്ങനെയൊക്കെ വേൾഡ് ലീഡേഴ്സിനോട് ഇതുപോലെ അവരുടെ നാട്ടിൽ ഓരോരുത്തരും ഓരോ ലീഡേഴ്സും അവരവരുടെ രാജ്യങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ട ഈക്വാലിറ്റി, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ കൊണ്ടുവരണം. ആൻഡ് ദേ ഹാവ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം. ദേ ഷുഡ് റിമൂവ് ടെററിസം, സ്വീപ്പ് ഇറ്റ് അവേ ഫ്രം ദെയർ കൺട്രി. അങ്ങനെയൊക്കെ പറഞ്ഞ് വേൾഡ് ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഷീ കൺക്ലൂഡ്സ്, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വി വാണ്ട് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ. We will continue our journey to our destination of peace and education for everyone. No one can stop us. We will speak for our rights and we will bring change through our voice. സോ നമ്മളെ ആർക്കും തടുക്കാൻ പറ്റില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് വേണ്ടി സംസാരിക്കണം, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. നമ്മളുടെ ശബ്ദം ഉയർന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ചേഞ്ചിനെ അല്ലെങ്കിൽ ആ മാറ്റത്തിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. വി മസ്റ്റ് ബിലീവ് ഇൻ ദ പവർ ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് അവർ വേർഡ്സ്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിൻ്റെയും ശക്തി, അത് നമ്മൾ അളന്നും തൂക്കി സംസാരിക്കുമ്പോൾ ആ ശക്തി അതിലുണ്ട്. അതിനെ നമ്മൾ ആദ്യം വിശ്വസിക്കണം. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ശക്തിനെ നമ്മുടെ വാക്കുകളെ കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. Our words can change the world because we are all together united for the cause of education. നമ്മുടെ ശബ്ദം ഒരുപാട് സ്ട്രോങ് ആണ്. കാരണം നമുക്ക് ഈ ലോകത്തിനെ മാറ്റിമറിക്കാൻ പറ്റും. കാരണം നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒരു വിദ്യാഭ്യാസം എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. And if we want to achieve our goal, and then let us empower ourselves with the weapon of knowledge. സോ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, നമുക്ക് ഈക്വാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ടെററിസം തുടച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? എഴുതാനുള്ള ആയുധം വേണം, പേന വേണം. അതുപോലെ എന്താണോ എഴുതേണ്ടതെന്ന് മനസ്സിൽ ചിന്തിക്കാനുള്ള ചിന്താശേഷി വേണം. ചിന്താശേഷി ഉണ്ടാവണമെങ്കിൽ അറിവുണ്ടായേ കൂടൂ. സോ ദ വെപ്പൺ ഓഫ് നോളജ്. ആൻഡ് ലെറ്റ് us shield ourselves with unity and togetherness. അതുമാത്രമല്ല, നമുക്ക് പരസ്പര വിശ്വാസം, നമുക്ക് പരസ്പര ഐക്യവും വേണം. സോ ഷീ ഈസ് കൺക്ലൂഡിങ്, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് millions of people are suffering from poverty, injustice and ignorance. We must not forget the millions of children are out of schools. We must not forget that our sisters and brothers are waiting for a bright, peaceful future. So let us wage a global struggle against illiteracy, poverty and terrorism, and let us pick up
our books and pen. So she urges everyone in order to make a global struggle, an international, a worldly struggle against എന്തിനൊക്കെ സാക്ഷരതയ്ക്ക് വേണ്ടിയിട്ട്, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി, ഭീകരത തുടച്ചു നീക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, വി മസ്റ്റ് പിക്ക് അപ്പ് അവർ ബുക്സ് ആൻഡ് പെൻസ്. നമുക്ക് നമ്മുടെ ആയുധങ്ങളായിട്ടുള്ള ബുക്കും ആ പുസ്തകവും പേനയും നമ്മൾ എടുക്കണം. ദേ ആർ ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺസ്. അതാണ് ഏറ്റവും വലിയ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആയുധം. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. സോ ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പേന, ഒരു പുസ്തകം, ഇതിന് നമ്മുടെ ലോകത്തിനെ മാറ്റിമറിക്കാൻ കഴിയും. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. അതുപോലെ തന്നെ ഒരേ ഒരു സൊല്യൂഷൻ ഉള്ളത് എന്താണ്, അത് വിദ്യാഭ്യാസം മാത്രമാണ്. സോ എഡ്യൂക്കേഷൻ ഫസ്റ്റ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മലാല യൂസഫ്സായിയുടെ UN സ്പീച്ച് അവസാനിക്കുകയാണ്. മനസ്സിലായെന്ന് കരുതുന്നു.